അപ്പൊ മുഹമ്മദ് അർഷാദ് ഒരു ചോദ്യം വിജയകുമാറോട് ചോദിക്കുന്നു. വിജയകുമാർ എന്താണ് എന്നും ഇടതുവശത്ത് നിൽക്കുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മുടെ സെറ്റിൽ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇടതാണോ വലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? പൊള്ളുന്ന വിഷയം ആയതുകൊണ്ട് അതിൽ അധികം പ്രതികരണം വേണ്ട അല്ലേ? അടുത്തത് കവലപ്രസംഗം. കൈ പിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയാണ് MLA-യും MP-യും ഒക്കെ ആവുന്നതെന്ന് മുൻ മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുൻപ് MLA-യും MP-യും ആകണമെന്നാണ് ചിലർക്കുള്ളത്. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും ജയിക്കുന്നത് കോമൺ സെൻസ് ഉള്ളവരാണെന്നും G. സുധാകരൻ പറയുന്നു. ആരെയോ ഉദ്ദേശിച്ച് ആർക്കൊക്കെയോ കൊള്ളാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? കവലപ്രസംഗം. കേൾക്കാം. നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിൻ്റെ വിജയം. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ജയിക്കും. കോമൺ സെൻസ് ഇല്ലാത്ത അത്യാഗ്രഹികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തിന് താഴെ നിൽക്കുന്നവർ വിജയിക്കത്തില്ല. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അതിൽ കൈപിടിച്ച് കയറ്റവൻ്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറിയിരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ഇതല്ല ഇപ്പൊ കേരളത്തെ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സത്യമെന്ന് മനസ്സിലായി. വെള്ളാപ്പള്ളി സാറ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത്രയും കഴിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആരുണ്ട്? അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? പക്ഷേ ഈ സുധാകരന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ചയാവാറുണ്ട്, ചർച്ചയാവാറുണ്ട്, പാർട്ടിക്ക് പുറത്ത് ചർച്ചയാവാറുണ്ട്. മന്ത്രിയായിരുന്ന സമയത്തും അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്, മന്ത്രിസഭയ്ക്കകത്തും പുറത്തും ഒക്കെ. അതെ. അപ്പൊ ഇതിനിപ്പോ ആർക്കാണ് ആരുദ്ദേശിച്ചാണ് എന്നുള്ളത് അതിന്റെ ചർച്ച ഒരു പക്ഷേ ആ ജില്ലയിൽ ഉണ്ടായേക്കാം അല്ലെ? കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വീട്ടിലിരുന്ന് കരുതുന്നുണ്ട്. അതെ, നമ്മുടെ ഈ സെഗ്മെന്റുകളുടെ പേരുകളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ഇപ്പൊ ഈ വിജയകുമാറോടാണ് എന്റെ ചോദ്യം. ഈ കവല പ്രസംഗം, ഈ കവല എന്ന് കേൾക്കുമ്പോൾ വിജയകുമാറിന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താ? കവല നമ്മളുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന സജീവമായിരുന്ന ഒരു ജംഗ്ഷൻ കാണുമല്ലോ, അത് ആണ് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അതെ, കാരണം ഇന്ന് അത്തരം കവലകൾ കാണാനില്ല അല്ലെ? ഈ 90-കളിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന കവലകളും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കാണാൻ നമ്മൾ പോകും. ഒന്നും മനസ്സിലാവില്ലെങ്കിൽ കൂടി നമ്മൾ പോയി അവിടെ ഇരിക്കും. പിന്നെ കുറെ നേതാക്കളെ കാണാം. അതെ, കവല, കലുങ്ക് ഇതൊക്കെ പഴയ നാട്ടിൻപുറത്തിന്റെ പ്രതീകങ്ങളാണ്. പിന്നെ കവല എന്ന് ജഗതിയെ സിനിമയിൽ കളിയാക്കി വിളിക്കുന്നതുണ്ടായിരുന്നല്ലോ, കവല. അതെ.